ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഹവർ. എല്ലാവർക്കും നല്ലൊരു റമദാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ പഴയ ചട്ടിയൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ചും അതേപോലെ വീട്ടിലെ കാർപ്പറ്റുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ചും പിന്നെ ഇക്കാൻ്റെ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചെടിച്ചട്ടികൾ ഞാൻ അകത്ത് കോർട്ട്യാർഡിൽ വെച്ചിട്ടുള്ള ചട്ടികളായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള പെയിൻ്റൊക്കെ ഒന്ന് പൊളിഞ്ഞു പോരാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇനി ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരതി ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല വൃത്തിയിലായിട്ട് കിട്ടും. ചട്ടിയിലെ മണ്ണൊക്കെ ഒഴിവാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തുള്ള പൊളിഞ്ഞു വന്നിട്ടുള്ള പെയിൻ്റൊക്കെ ഇതുപോലെ നന്നായിട്ട് ഒരതി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പണികളൊക്കെ ചെയ്യുന്നത് ഇക്കയാണ്. അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്കന്നെ ചെയ്യാണ്. ചട്ടിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോർ കോട്ടിൻ്റെ പെയിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിക്ക് കുറച്ച് പെയിൻ്റ് എടുത്തിട്ട് അതിക്ക് കുറച്ച് തിന്നർ കൂടെ ആഡ് ചെയ്തിട്ടാണ് നന്നായി മിക്സ് ചെയ്തിട്ടാണ് ചട്ടിയിൽ അടിച്ചിട്ടുള്ളത്. ഫ്ലോർ കോട്ടിൻ്റെ എനാമൽ പെയിൻ്റാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഒരു പേപ്പറൊക്കെ വെച്ച് നന്നായിട്ട് ഒരതി എടുത്തിട്ട് പെയിൻ്റ് അടിക്കുമ്പോഴുള്ളൂ അതിൻ്റെ നല്ലൊരു ഫിനിഷിങ് കിട്ടുക, നല്ല വൃത്തിയിലായിട്ട് കിട്ടുള്ളൂ. റെഡ് കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ എല്ലാ ചട്ടിയിലും അടിച്ചു കൊടുക്കുക. ഇനി ചട്ടിൻ്റെ ഉൾഭാഗം കൂടെ അടിക്കണം. അപ്പോൾ നമ്മൾ മണ്ണ് നിറക്കുന്നത് വരെ കഴിഞ്ഞിട്ടുള്ള ഭാഗം മാത്രം അടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചട്ടി നല്ല വൃത്തിയായി ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട പുതിയ ചട്ടി പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ പഴയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലോർ കോട്ടിൻ്റെ പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് അടിച്ചു നോക്കുക. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ കാർപ്പറ്റുകളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ട്രിക്കാണ് കേട്ടോ, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാ വെച്ചാൽ ഒരു ബക്കറ്റ് ചൂടുവെള്ളം, അതിലേക്ക് 1 കപ്പ് വിനെഗർ, 3 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോപ്പ് പൊടി കൂടെ ചേർത്തിട്ട് കാർപ്പറ്റിൽ ഒഴിച്ച് എല്ലായിടത്തേക്കും ആക്കി വെക്കും. എന്നിട്ട് പിന്നെ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നല്ല ചളിയൊക്കെ പോയി ക്ലീനായി കിട്ടും. അപ്പോൾ നല്ലപോലെ ഉരച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ വൈഫർ വെച്ചിട്ട് വടിക്കലാണ് ചെയ്യാറ്. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ വൈഫർ കൊണ്ട് വെള്ളം വടിച്ചെടുക്കുകയാണ് ചെയ്യല്. അപ്പോൾ അതിൽ ചളിയൊക്കെ ഇങ്ങനെ പോരും. പിന്നെ ലാസ്റ്റ് നമുക്കൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ഒലുമ്പിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ലാഭിക്കാൻ പറ്റും. അപ്പോൾ കാരണം കുറേശ്ശെ ഇങ്ങനെ വെള്ളം ചേർത്ത് ഇങ്ങനെ വൈഫർ കൊണ്ട് വടിച്ചെടുക്കുമ്പോൾ ആ ചളിയൊക്കെ ഇങ്ങനെ പോയിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് നല്ല വെള്ളത്തിലൊന്ന് ഒലുമ്പിയെടുക്കാനേ ഉണ്ടാവുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ റിച്ചു കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ വെള്ളം ഇതും കണ്ട പിന്നെ ഭയങ്കര കളിയാണ്. അപ്പോൾ അതിൻ്റെ കാട്ടിക്കൂട്ടലുകളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ബ്ലാങ്കറ്റും കാർപ്പറ്റും ഇതൊക്കെ വാഷ് ചെയ്യൽ. ഇത് വാഷിംഗ് ഏരിയയാണ്, വാഷിംഗ് മെഷീനും പിന്നെ ഡ്രസ്സൊക്കെ തോരിടുന്നൊക്കെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനത്തെ കാർപ്പറ്റും ബ്ലാങ്കറ്റുകളൊക്കെ വാഷ് ചെയ്യാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം വാർന്നതിന് ശേഷം കാർപ്പറ്റൊക്കെ
വീടിൻ്റെ മുകളിൽ ഓടിൽ കൊണ്ടുപോയിട്ടാണ് വെക്കൽ. കാരണം അവിടെ ഭയങ്കര ചൂടുണ്ടാവും, അപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാനിങ്ങനെയാണ് കാർപ്പറ്റുകളൊക്കെ ക്ലീൻ ചെയ്യൽ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നമുക്ക് ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി നോക്കാം. നമുക്ക് കോഴി ഉണ്ടാക്കാം. 2 കിലോ കോഴി നമ്മളെടുത്തുള്ളത്. നമ്മളിന്ന് കോഴി പൊരിക്കാം അല്ലേ, ചില്ലി രൂപത്തിൽ. അതിനിപ്പോൾ മഞ്ഞൾ 1/2 സ്പൂൺ മഞ്ഞൾ എടുക്കാം, മഞ്ഞൾപ്പൊടി എന്താ. പിന്നെ അതിലേക്ക് മുളക്, ഇത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി നമുക്കൊരു 3 സ്പൂൺ എടുക്കാം. അങ്ങനെ 3 സ്പൂണ് ചില്ലി എടുത്തു. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ വേണ്ട, അത്ര മതി. നമുക്ക് പിന്നെ വില പോലെ അളവൊന്നും വേണ്ട, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. ഇനി അടുത്തത് നമുക്ക് 1 സ്പൂൺ ലീഫ് ഫ്ലേക്സ് ആണ് 2. ഇനി നമുക്ക് മസാല പിടിക്കാൻ കോൺഫ്ലവർ എടുക്കണം, ഒരു 3 സ്പൂൺ എടുക്കാം. ഓക്കെ, 3 സ്പൂൺ. ഇതിൽ നമുക്ക് 2 സ്പൂൺ അരിപ്പൊടിയും ചേർക്കണം. ഓക്കെ, കോൺഫ്ലവർ മാത്രം പോരാ, കുറച്ച് അരിപ്പൊടി. നമുക്ക് കുറച്ച് വലിയ ജീരകം കുറച്ചിട്ടാം. വെച്ചോ. നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി അത് നമ്മൾ പേസ്റ്റ് ആക്കിയതാണ്, അരച്ച്. അത് നമുക്കൊരു 2-3 സ്പൂൺ. ഇനി നമുക്ക് ഇന്ന് ഈ കൊറോണ ആയിട്ട് കടയിൽ നാരങ്ങ ഇന്ന് കിട്ടിയില്ല, അപ്പോൾ കുറച്ച് ചുരുക്കണം ഒഴിക്കാതെ കരുതി. ഓക്കെ, അപ്പോൾ വെച്ചോ. ഉപ്പ് ഇട്ടു നമുക്കൊരാവശ്യം വരും. ഇനി പിന്നെ വേണമെങ്കിൽ ചേർക്കാം. ഇനി കൈ കൊണ്ട് നമുക്കിതൊന്ന് ഉഷാറാക്കിയിട്ട് മിക്സ് ആക്കാം. ഓക്കെ വെച്ചോ. നമുക്ക് ഇതിലേക്ക് മിക്സ് ആക്കി. ഓക്കെ, ഓരോന്നോരോന്നോരോന്നോരോന്ന് ആക്കിയിട്ട് കുറച്ച് നേരം മസാലയിൽ വെച്ചിട്ട് ഇനി എണ്ണയൊക്കെ ചൂടാക്കണം. ഇത് മുമ്പ് കുറച്ച് നേരം ഇരിക്കട്ടെ. അവിടെ ഒരു 10-15 മിനിറ്റ് ഇരിക്കേണ്ടി വരും അല്ലേ. 15 മിനിറ്റ് ഇരുന്നാൽ കുറച്ച് മസാല ഉഷാറായിട്ട് പിടിക്കും. ഓക്കെ, മസാല ആവശ്യത്തിന് എണ്ണ എടുക്കാം. വെച്ചോ. 15 മിനിറ്റ് വരെ കഴിയല്ലേ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. മസാല ഒക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടൊന്നും തോന്നുന്നു അല്ലേ. നമുക്ക് പൊരിക്കാൻ വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ എണ്ണ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ വെച്ച് ചട്ടി വെച്ചിട്ട് ചൂടാകട്ടെ. വെച്ചോ, ഇല്ലല്ലേ നമുക്ക്.
ചിക്കൻ ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്. ഒന്ന് എണ്ണയിലൊന്ന് റെഡി ആയതിനു ശേഷം ഇളക്കിയാൽ മതി. അതുവരെ സെറ്റായില്ലേ, സെറ്റായ ശേഷം ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മളെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് അടച്ചു കുറച്ച് നേരം അടച്ചിട്ട് സംഗതി റെഡി ആയിട്ടുണ്ട്. കോരി എടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ പൊരിച്ചെടുക്കുക. ഓക്കെ, ചിക്കൻ ഫ്രൈ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമുക്ക് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് എല്ലാം കൂട്ടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇട്ടിട്ട് ഇളക്കിയിട്ടൊന്ന് ഇതൊന്ന് തുണിച്ച് പോലെ ചെയ്യാം, എന്നിട്ട് എടുക്കാം. ഓക്കെ, ഈ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായി. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിൽ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. All of you take care and bye-bye.